ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. ദാരിദ്ര്യ വ്രതം. വസ്തുക്കളുടെ മേലുള്ള അവകാശം അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവകാശം ദൈവപ്രീതിക്കായി സ്വമനസ്സാലെ ഉപേക്ഷിക്കുന്നതാണ് ദാരിദ്ര്യവ്രതം. ചോദ്യം: ദാരിദ്ര്യവ്രതം ഏത് സാധനങ്ങളെ സംബന്ധിച്ചുള്ളതാണ്? സഭാ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും സാധനങ്ങളെയും സംബന്ധിച്ചുള്ളതാണ്. പണമായാലും വസ്തുവായാലും നമുക്ക് തരുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ മേലും നമുക്ക് ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ല. നന്ദിയായിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാനങ്ങളും സംഭാവനകളും സഭാസമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. ജോലിക്ക് ലഭിക്കുന്ന കൂലിയോ പെൻഷനോ സ്വന്തമായി ഉപയോഗിച്ചാൽ അത് വ്രതലംഘനമാണ്. ചോദ്യം: എങ്ങനെയാണ് ഏഴാം കൽപ്പനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്രതലംഘനം സംഭവിക്കുന്നത്? സന്യാസഭവനത്തിന് അവകാശപ്പെട്ട എന്തെങ്കിലും വസ്തു അനുവാദം കൂടാതെ സ്വന്തം ആവശ്യത്തിനായി എടുത്താൽ അത് വ്രതലംഘനമാണ്. അനുവാദം കൂടാതെ ഏതെങ്കിലും വസ്തു സ്വന്തം ഉപയോഗത്തിനായി മാറ്റിവെച്ചാൽ അതും വ്രതലംഘനമാകും. സഭാസമൂഹത്തിന് അവകാശപ്പെട്ട ഏതെങ്കിലും വസ്തു അധികാരപ്പെടുത്താതെ വിൽക്കുകയോ വച്ചുമാറുകയോ ചെയ്താലും വ്രതലംഘനമാണ്. അധികാരികൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കല്ലാതെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ ഉപയോഗിച്ചാൽ വ്രതലംഘനമായിരിക്കും. അനുവാദമില്ലാതെ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അത് വ്രതലംഘനമാണ്. അശ്രദ്ധ മൂലം എന്തെങ്കിലും നശിപ്പിക്കുകയോ കേടുപാട് സംഭവിപ്പിക്കുകയോ ചെയ്താൽ വ്രതലംഘനമായിരിക്കും. ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അനുവാദം കൂടാതെ എന്തെങ്കിലും കൊണ്ടുപോയാലും വ്രതലംഘനമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ വ്രതലംഘനം സംഭവിച്ചാൽ സന്യാസിനി സഭാസമൂഹത്തോട് പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥയാണ്. ദാരിദ്ര്യമെന്ന പുണ്യം. ഇതൊരു സുവിശേഷ പുണ്യമാണ്. ലോകവസ്തുക്കളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്താൻ ഇത് സഹായിക്കുന്നു. വിളിയനുസരിച്ച് സമർപ്പിത ഇത് കർശനമായി അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥയാണ്. ചോദ്യം: ദാരിദ്ര്യമെന്ന പുണ്യത്തിനെതിരായി നാം പാപം ചെയ്യുന്നത് എപ്പോഴാണ്? ഈ പുണ്യത്തിനെതിരായി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴാണ്. ഏതെങ്കിലും വസ്തുക്കളോട് പ്രതിപത്തി ഉണ്ടാകുമ്പോഴും അമിതമായി എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴും. ചോദ്യം: എത്ര തരം ദാരിദ്ര്യമുണ്ട്? അവ ഏതെല്ലാം? യഥാർത്ഥത്തിൽ 4 തരത്തിലുള്ള ദാരിദ്ര്യമാണ് സന്യസ്തർ അനുഷ്ഠിക്കുന്നത്. സുപ്പീരിയേഴ്സിൻ്റെ അനുവാദം കൂടാതെ ഒന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല. വ്രതത്തിൻ്റെ കർശനമായ നിയമം. ആവശ്യത്തിൽ അധികമായി ഒന്നും ഉപയോഗിക്കാതിരിക്കുകയും അത്യാവശ്യമായവ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക. ഇത് പുണ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
താഴ്ന്ന തരത്തിലുള്ള മുറി, വസ്ത്രം, ഭക്ഷണം മുതലായവ കൊണ്ട് പൂർണ്ണമായി തൃപ്തിപ്പെടുകയും ആന്തരികമായി ഈ സംതൃപ്തി അനുഭവിക്കുകയും ഈ പരമദാരിദ്ര്യത്തിൽ ആനന്ദിക്കുകയും ചെയ്യുക.